വെൽക്കം ടു ഡീറ്റെയിൽസ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ഡീറ്റെയിൽസ്. നമ്മൾ വെല്ലിംഗ്ടൺ യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ന്യൂസിലാൻഡിലെ ക്യാപിറ്റലാണ് വെല്ലിംഗ്ടൺ. അപ്പോൾ നമ്മൾ അവിടെയാണ് എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ജെയിംസ് കുക്ക് ഗ്രാൻഡ് ഹോട്ടൽ വെല്ലിംഗ്ടൺ. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഇത് വളരെ നൈസ് വ്യൂ ആണ് കേട്ടോ. പിന്നെ ഇതാണ് ആ ഒരു അതെ, ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു 6-6.5 മണിക്കൂർ നമ്മൾ ട്രാവലിംഗ് ചെയ്തിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആണ് ശരിക്കും. ട്രാവലിംഗ് ശരിക്കും എൻജോയ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ ഒരു യാത്ര എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് അല്ലെ ജോന? അതെ, വളരെ മനോഹരമാണ്. അപ്പോൾ നമ്മുടെ വെല്ലിംഗ്ടൺ യാത്രയുടെ വിശേഷങ്ങൾ അതുപോലെ തന്നെ പ്ലേസസ് ടു വിസിറ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ നമ്മൾ വെല്ലിംഗ്ടണിലേക്കുള്ള യാത്രയിലാണ്. ഈ റോഡിന് പറയുന്ന പേര് ഡെസേർട്ട് റോഡ് എന്നാണ് കേട്ടോ. യാത്രയിൽ ശരിക്കും നമുക്ക് ന്യൂസിലാൻഡിന്റെ ബ്യൂട്ടി എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ഇപ്പൊ നാളെ തന്നില്ലാത്ത നമ്മൾ വെല്ലിംഗ്ടൺ സിറ്റിയിലെത്തി. ഇനി നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് കേബിൾ കാർ കാണുക എന്നുള്ളതാണ്. വെല്ലിംഗ്ടണിലെ ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ ആണ് കേബിൾ കാർ. അപ്പോൾ നമുക്ക് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ കേബിൾ കാർ വഴി നമ്മൾ ടോപ്പിലെത്തി. അവിടെ ബൊട്ടാണിക് ഗാർഡൻ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചിൽഡ്രൻ പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ സ്പേസ് പ്ലേസ് ഉണ്ട്. അവിടെ ടെലിസ്കോപ്പിക് വ്യൂ മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ശരിക്കും അത് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ വോക്ക് വേ ഉണ്ട്. അപ്പോൾ കണ്ടു നോക്കും. കാറ്റാണ് വെല്ലിംഗ്ടൺ, നമുക്കറിയാലോ, വിൻഡി വെല്ലിംഗ്ടൺ എന്നാണ് അറിയപ്പെടുന്നത്. കേബിൾ കാർ വഴി തന്നെ നമ്മൾ താഴേക്ക് എത്തി. നമ്മൾ താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഫ്രീ ഗിഫ്റ്റ് നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ജെയ്ഡിന്റെ ടൈനി പാർട്ടിക്കിൾസ് ആണ്. അതിനുശേഷം നമ്മൾ വെല്ലിംഗ്ടൺ സിറ്റി ഒന്ന് നടന്നു കണ്ടു. ശരിക്കും പഴയ ബിൽഡിംഗ്, അതുപോലെ തിരക്കുള്ള സിറ്റിയാണ്. ഒരുപാട് ട്രാഫിക് ഉണ്ട്. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് പോയത് വെല്ലിംഗ്ടൺ സൂ എക്സ്പ്ലോർ ചെയ്യാനാണ്. അവിടെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ആ കാഴ്ച നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മളിപ്പോ അടുത്തത് നമ്മള് വെല്ലിംഗ്ടൺ സൂവിലാണ് വന്നിരിക്കുന്നത്. ശരിക്കും കുട്ടികളുടെ സ്കൂൾ ഹോളിഡേ ഒക്കെ വേണ്ടിയാണ്. ഉണ്ട് എവിടെ? വെല്ലിംഗ്ടൺ സൂവിൽ ഒരു പ്രത്യേക അട്രാക്ഷൻ ആയിരുന്നു ഈ ലയൺ കേട്ടോ. ശരിക്കും നല്ല ക്ലിയർ ആയിട്ട് തന്നെ ലയണിനെ കാണാൻ പറ്റി. മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമ്മൾ ഇങ്ങനെ വിസിറ്റ് ചെയ്യാനൊക്കെ ചെല്ലുമ്പോൾ കൂടുതലും ഇവർ ഇങ്ങനെ ഒളിച്ചിരിക്കല്, അതുപോലെ തന്നെ മുമ്പോട്ട് വരാറില്ല. പക്ഷെ ഇത് നല്ലൊരു വ്യൂ ആയിരുന്നു. നമ്മൾ അവിടെ നിന്നും നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവുകയാണ്, ന്യൂസിലാൻഡ് പാർലമെന്റ്.
ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് നമുക്ക് പാർലമെന്റിന്റെ ഇൻസൈഡ് കാണാൻ പറ്റിയില്ല. അതർവൈസ് പാർലമെന്റിന്റെ ഇൻസൈഡ് ഒരു ഗൈഡഡ് ടൂർ അവർ 1 hour അറേഞ്ച് ചെയ്യാറുണ്ട്. നമ്മൾ പാർലമെന്റ് കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. ഇത് കണ്ട വെല്ലിംഗ്ടൺ സിറ്റിയാണ്. ആ പഴയ കെട്ടിടങ്ങളും നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ശരിക്കും വളരെയധികം ട്രാഫിക് ഉള്ള തിരക്കുള്ള ഒരു സിറ്റിയാണ്. അപ്പോൾ നമ്മൾ അടുത്തത് പോകുന്നത് നമ്മുടെ ലുക്ക് ഔട്ട് പോയിന്റ് കാണാനായിട്ടാണ്. അപ്പോൾ നമുക്കതിന്റെ വിശേഷങ്ങൾ കണ്ടു നോക്കാം. നെക്സ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് വെല്ലിംഗ്ടൺ ഹാർബർ ആണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. നെക്സ്റ്റ് നമ്മൾ എത്തിയിരിക്കുന്നത് ഡ്വാർഫ് വെല്ലിംഗ്ടൺ എന്ന് പറയുന്ന പ്ലേസ് ആണ്. വളരെ അട്രാക്റ്റീവും ബ്യൂട്ടിഫുള്ളും ആയിട്ടൊരു പ്ലേസ് ആണ്. ശരിക്കും അവിടെ നമുക്ക് വാട്ടർ ഫ്രണ്ട് റെസ്റ്റോറൻറ്റ്, ഷിപ്സ്, ബോട്ട്സ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. ഇവിടെ നിന്നും ശരിക്കും 1 hour ബോട്ട് ട്രിപ്പും അവൈലബിൾ ആണ്. ശരിക്കും നല്ല ഒരു ഏരിയ തന്നെയാണ് നമുക്ക് എൻജോയ് ചെയ്യാനും വിസിറ്റ് ചെയ്യാനും ഒക്കെ പറ്റിയത്. ഡ്വാർഫ് വെല്ലിംഗ്ടൺ ഏരിയയിൽ തന്നെയാണ് വെല്ലിംഗ്ടൺ മ്യൂസിയവും ഇരിക്കുന്നത്. അപ്പോൾ ശരിക്കും വെല്ലിംഗ്ടൺ മ്യൂസിയം കൂടി നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്തിട്ട് പോകാൻ സാധിക്കും. വെല്ലിംഗ്ടൺ മ്യൂസിയം വൺ ഓഫ് ദ ഫേമസ് ആണ്. അതുപോലെ തന്നെ അവിടെ കൾച്ചറൽ, ന്യൂസിലാൻഡിന്റെ കൾച്ചർ, വെല്ലിംഗ്ടൺ കൾച്ചർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് ഒരു പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ എൻജോയ് ചെയ്യാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഹോട്ടൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. നെക്സ്റ്റ് സ്കൈ സ്റ്റേഡിയത്തിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നത് വഴിക്ക് നമുക്ക് വലിയൊരു ഷിപ്പ് കാണാൻ സാധിച്ചു. വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു. സ്റ്റേഡിയത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ സ്കൈ സ്റ്റേഡിയം എന്ന് പറയുന്ന വെല്ലിംഗ്ടണിലെ ഒരു ബെസ്റ്റ് സ്റ്റേഡിയമാണ്. മേജർ സ്പോർട്സ് ഈവന്റ്സ് എല്ലാം തന്നെ ഇവിടെയാണ് നടക്കുന്നത്. അതിനുശേഷം നമ്മൾ തിരിച്ചു വീണ്ടും യാത്രയിലേക്ക്. അപ്പോൾ നമ്മൾ വെല്ലിംഗ്ടണിൽ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു. വെല്ലിംഗ്ടൺ ശരിക്കും നമ്മുടെ ക്യാപിറ്റലാണ്, അപ്പോൾ നമ്മൾ കണ്ടിരിക്കണം. അതുപോലെ തന്നെ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഹാപ്പി ക്രിസ്മസ്.